രാജേന്ദ്രന്റെ മകൻ രാജേഷ് കൺസ്ട്രക്ഷൻ കമ്പനി നടത്തിവരികയാണ്. കോൺക്രീറ്റിനായി ഉപയോഗിക്കുന്ന തടി സാമഗ്രികൾ പ്രത്യേകം നിർമ്മിച്ച ഷെഡിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇവയാണ് രാജേന്ദ്രൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്. 3.5 ലക്ഷത്തോളം രൂപയുടെ തടി ഉപകരണങ്ങൾ കത്തിനശിച്ചു. അച്ഛന് കുറച്ച് നാളെന്ന് പറഞ്ഞാൽ ഒരു 10-20 വർഷമായിട്ട് മദ്യവെച്ച് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതും വീട്ടിലെ സമാധാനം ഇല്ലാതാക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കുന്നതും പുള്ളിക്ക് സ്ഥിര പരിപാടിയായിരുന്നു. ഒരു 2-2.5 ലക്ഷം രൂപയുടെ പണിസാധനമല്ല, തട്ടും മുട്ടും അതിനെ വരുന്ന പണിസാധനങ്ങളും ഇന്നലെ നശിപ്പിച്ചു. എൻ്റെ പൈസയും അനിയൻ്റെ പൈസയും കൊടുത്ത ഇത് കെട്ടിയത്. ഇപ്പോൾ ഇത് അനിയൻ്റെ പേരിൽ നിൽക്കുന്ന വസ്തുവാണ്. ഇന്നലെ പെട്രോൾ മേടിച്ചുകൊണ്ട് പുള്ളി വെള്ളം അടിച്ചിട്ട് പനവരി പോയി പെട്രോൾ മേടിച്ചുകൊണ്ട് ഇവിടെ വന്ന് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കണ്ട ആൾക്കാരുണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി 1.5 മണിക്കൂറോളം പണിപ്പെട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. നമ്മൾ നോക്കുമ്പോൾ തീ ഇങ്ങനെ കത്തി നിൽക്കുന്നതാണ് കാണുന്നത്. ഇപ്പോഴത്തേന് പിന്നെ ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ചു, അവരൊക്കെ വന്നു, പോലീസുകാർ വന്നു. ഇത് ഓരോ പണി വരും, കൊണ്ടുപോകും, വരികയൊക്കെ ചെയ്യും. ഇപ്പം അങ്ങനെ നമുക്ക് 2-3 സൈഡിലെ സംഭവം ഒഴിഞ്ഞു കൊണ്ടുവച്ച സാധനം. സമീപത്തെ 2 വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. വൈദ്യുത മീറ്ററും സർവീസ് വയറുകളും വയറിങ്ങും കത്തിനശിച്ചു. നിറച്ച് സാധനം ഒഴിക്കായിരുന്നു, ഫുള്ളായിരുന്നു. തട്ടും മുട്ടിൻ്റെ എല്ലാ സാധനം, പലകയും മുളയും പറ്റടിക്കഴി അതും ഇതെല്ലാം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആളി കത്തി. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഇതായി. ഫയർഫോഴ്സ് ഒരു വണ്ടി വന്നെങ്കിൽ വെള്ളം തീർന്നെങ്കിൽ പോലും അണഞ്ഞില്ല തീ. കുടുംബ പ്രശ്നങ്ങളാണ് തീ കൊളുത്താൻ കാരണമെന്നാണ് വിവരം. സംഭവസ്ഥലത്ത് നിന്ന് രാജേന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.